ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തൃശൂരിൽ പലതരത്തിലുള്ള അതൃപ്തിയും പ്രതിഷേധവും പോസ്റ്ററൊട്ടിക്കലും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കയ്യാങ്കളിയിലേക്കും തർക്കത്തിലേക്കും തല്ലിലേക്കും പോകുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തൃശൂർ DCC ഓഫീസിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്ന ആരോപണം. അങ്ങനെ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നിരിക്കുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരിക്കുന്നു. തൃശൂർ ജില്ലയിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് റിബൽ പാനലുകൾ നിർത്തി തൃശൂർ ജില്ലയിലെ സഹകരണ മേഖലയെ എമ്പാടും തകർത്ത് കളഞ്ഞത് ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കണം. തൃശൂർ ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാരുടെ, തൃശൂർ ജില്ലയിലെ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് തൃശൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ തെരഞ്ഞെടുപ്പുകളിൽ ആരുടെ ഭാഗത്തൊക്കെ വീഴ്ച പറ്റി എന്ന് KPCC പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് KPCC പരിശോധിക്കട്ടെ. ഉചിതമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന ചോദിച്ചല്ല. ആള് കയറുന്ന സംസാരിക്കാൻ നിൽക്കുന്ന നേരത്ത് പുള്ളിനെ തള്ളുക, അതിലല്ല കുറെ ചവറുകളിലൂടെ അവരെ കൊണ്ട് ഇടിപ്പിക്കുക, ഇവ കാര്യങ്ങളാണ്. ഇതൊന്നും വെച്ചുറപ്പിക്കാൻ സമയമില്ല. കാരണം ഞങ്ങൾ കോൺഗ്രസ് വിശ്വാസികളാണ്. അവൻ പറഞ്ഞ് ഞങ്ങൾ കള്ളുകൊടുക്കുന്നതാണ്. ഞങ്ങൾ എവിടെയാണ് തെളിയിക്കാൻ തയ്യാറാ? ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് വന്നത്. കാരണം വെച്ചാൽ ഒരു DC സെക്രട്ടറിനെ തല്ലാന്ന് പറയുമ്പോൾ കണ്ടെടുക്കാൻ പറ്റില്ല. അത് വളരെ മോശമല്ല. ഈ ജോസിന് ഗുണ്ടായിസം അങ്ങനെ വെച്ച് കൊടുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വേണ്ട നടപടി. തൃശൂർ DCCക്കുള്ളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോസ് വള്ളൂരിന്റെ പ്രതികരണം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്പസമയത്തിനകം. ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചവരെ തല്ലി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ആരോപണം. ഇത് ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്നും യുവ പ്രവർത്തകർ പറയുന്നുണ്ട്. MS ലിഷോ നമുക്കിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോ, എന്താണ് തൃശ്ശൂരിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? തൃശൂരിൽ K മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായത്. കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് പോര് വലിയ തോതിൽ അണപൊട്ടി ഒഴുകുകയും ചെയ്തു. ഇന്ന് രാവിലെ ഉൾപ്പെടെ തുടർച്ചയായി 3 ദിവസമായി K മുരളീധരൻ തോൽവിക്ക് ശേഷമുള്ള 3 ദിവസങ്ങളിലും തൃശൂർ DCCക്ക് മുൻപിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെയും അതുപോലെ തന്നെ TN പ്രതാപനെതിരെയും അനിലക്കരയ്ക്കെതിരെയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വലിയ തോതിൽ വിമർശനവുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ സജീവൻ പുതിയച്ചിറ മുരളീധര പക്ഷം അനുഭാവിയാണ്. അദ്ദേഹം ഈ DCCയിലേക്ക് വന്ന സമയത്ത് DCCയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും തങ്ങളെ പിടിച്ച് തല്ലി എന്നുള്ളതാണ്.
MS ലിഷോയ് നമുക്കൊപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട്. ലിഷോയ്, തല്ലെന്നൊന്നും പറഞ്ഞാൽ പോലും ആ രീതിയിലുള്ള തർക്കത്തിൽ ആളുകളേക്കൊക്കെ പിടിച്ചു മാറ്റുകയാണ്. ജോസ് വള്ളൂർ താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ കൂടിയുള്ള ആളുകൾ തടഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് സംഭവിക്കുന്നത് അവിടെ? അതായത് തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ കോട്ടകളിൽ പോലും BJPക്കാണ് വലിയ തോതിൽ ഇത്തവണ വോട്ട് നേടാൻ സാധിച്ചത്. ഇത് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിനിടയാക്കിയത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മുരളീധരന് വേണ്ടി കാര്യമായ പേരിലാണോ ഇവിടെ പറയുന്നത്? അതിന്റെ പേരിൽ ഞാനുള്ളൂ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്ത് കാര്യം പറഞ്ഞിട്ട് അടിച്ചത്? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ആരാണ് മർദ്ദിച്ചത്? DCC പ്രസിഡന്റ് കഴുത്തിനെ പിടിച്ചു. യോഗം വല്ലതും ഉണ്ടായിരുന്നു? ഒന്നുമില്ല. ഞാനും വേറെ സെക്രട്ടറി ബാബു ഞങ്ങളോട് പറഞ്ഞാൽ മർദ്ദിക്കാം. ഒരു പ്രകോപനമില്ലാണ്ട് മർദ്ദിക്കാം. ഒരു പ്രകോപനമില്ല. DCC പ്രസിഡന്റ് ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ 10-20 ആളുണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മർദ്ദിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതികരണം നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി നേതൃത്വം ഏത് രീതിയിലാണ് ഇങ്ങനെ പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ സംസ്ഥാന നേതൃത്വം ഏത് രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. നേരത്തെ പോസ്റ്ററുകളും പ്രതിഷേധവും ഒക്കെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അല്ലാതെയും ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ള ഒരു നാളം കെട്ട രീതിയിലേക്ക് ഈ പ്രതിഷേധങ്ങളൊക്കെ നീങ്ങുമ്പോൾ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടും എന്ന് കൂടി അറിയേണ്ടതുണ്ട്. നോക്കൂ, പ്രതിഷേധിക്കുന്നവരെ എടുത്തുകൊണ്ട് പോവുകയാണ്. ജോസ് വള്ളൂരിലേക്ക് അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടാണ് അവിടെ നിന്ന് മാറ്റുന്നത്. മിന്നുന്ന വിജയം കേരളത്തിൽ നേടി. പക്ഷേ തൃശ്ശൂരിൽ മാത്രം അത് കൈവിട്ടുപോയി. 3ാം സ്ഥാനത്തേക്ക് കെ മുരളീധരൻ പോയി. അതിലെ പരിഭവവും പരാതിയും കെ മുരളീധരൻ തന്നെ പരസ്യമായി പറഞ്ഞതാണ്. പക്ഷേ ഈ രീതിയിലുള്ള ഒരു തമ്മിൽ തല്ലിലേക്ക്, പരസ്യമായ കയ്യാങ്കളിലേക്കൊക്കെ എങ്ങനെയാണ് പ്രവർത്തകരും നേതാക്കളും തമ്മിൽ പോവുക എന്നതാണ് അറിയേണ്ടത്. രാജിക്ക് തയ്യാറാണെന്ന് നേരത്തെ ജോസ് വള്ളൂർ അറിയിച്ചിരുന്നു. പക്ഷേ അതിലൊരു തുടർ നടപടിയൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. എന്തായാലും ഇപ്പോൾ കൈവിട്ടു കാര്യങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. MS ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, ഈ ഒരു കയ്യാങ്കളിക്ക്, ഈ ഒരു തർക്കത്തിന്, തമ്മിൽ തല്ലിന് നിയന്ത്രിക്കാൻ അവിടെ ആരുമില്ലേ? നിലവിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഉള്ള ഒരു തർക്കത്തിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് ഇരുവിഭാഗങ്ങളെയും മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പല ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന പ്രവർത്തകരുണ്ട്. അവർ ശാന്തരായി മാറാനായി ഒരുക്കമല്ല. എന്തായാലും നിലവിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ DCC ഓഫീസിനകത്ത് തന്നെയുണ്ട്. DCC പ്രസിഡന്റിന്റെ മുറിയിലേക്ക് കയറാനായി ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു വിഭാഗം പ്രവർത്തകരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് മാറ്റി, അതായത് തള്ളി മാറ്റി താഴേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. അത് പിന്നീട് ഒരു കൂട്ട ഇടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ മുതിർന്ന നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം എന്തായാലും ഈ ഇത്രയും ശുദ്ധമായ അല്ലെങ്കിൽ ഇത്രയും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു അയവ് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ തോതിൽ കേരളത്തിലുടനീളം UDF-നും കോൺഗ്രസിനും വോട്ട് നേടാനും സീറ്റ് നേടാനും കഴിഞ്ഞ സാഹചര്യം. പക്ഷേ അപ്പോഴും തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ ഏറ്റവും അധികം വോട്ട് നേടി കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലങ്ങളിലൊന്നായ തൃശ്ശൂരിൽ പതറിയത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 75,000-ഓളം വോട്ടുകൾ, 74,000-അധികം വോട്ടുകളാണ് ഇത്തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. BJP സ്ഥാനാർത്ഥിക്ക് ഇത്രയധികം വോട്ട് ലഭിച്ചത് ഭൂരിഭാഗവും പോയിരിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടുകളാണ് എന്നുള്ളതാണ് പൊതു
പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ അതേ വോട്ടുകൾ, അതിനേക്കാൾ 16,000 വോട്ടുകൾ കൂടുതലാണ് തൃശ്ശൂരിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സുരേഷ് ഗോപിക്ക് വിജയിക്കാനിടയായി ലഭിച്ച വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിന്റെ വോട്ടുകൾ പോയതാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് തന്നെയാണ് ഈ ഒരു തർക്കത്തിലേക്ക് വഴിവെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം തൃശ്ശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കൃത്യമായി നടപ്പാക്കിയില്ല എന്ന് പൊതുവെയുള്ള വിലയിരുത്തലുണ്ട്. അത് മുരളീധരൻ അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ DCC ഓഫീസ് പരിസരത്ത് പോലീസിന്റെ സാന്നിധ്യം ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ പോലീസിന്റെ സാന്നിധ്യം അവിടെ ഇല്ലാതിരുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൂട്ടത്തല്ല് DCC ഓഫീസിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെയേറെ കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം UDFന് കോൺഗ്രസിന് വോട്ടുകൾ നേടിക്കൊടുക്കാറുള്ള തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലും അതിനോടൊപ്പം തന്നെ ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലുമാണ് ഏറ്റവും അധികം കോൺഗ്രസിന് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ആ വോട്ട് ചോർച്ച ഉണ്ടായതും അതിനോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട മണ്ഡലമായ മണലൂരും TN പ്രതാപന്റെ നാട്ടികയിലും ഉൾപ്പെടെ വലിയ തോതിൽ പിന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതി, മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇത് ഈ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ പ്രവർത്തകരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് ഇത്രയേറെ ഒരു ഈ കയ്യാങ്കളിയിലേക്ക് വരെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചേരിതിരിഞ്ഞ് പ്രവർത്തകർ ഏറ്റുമുട്ടിയ സംഭവമാണ് തൃശ്ശൂർ DCCയിൽ ഉണ്ടായിരിക്കുന്നത്. മുരളീധരനെ അനുകൂലികളും അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട അനുകൂലികളുമാണ് നിലവിൽ ഈ ഒരു തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനിയും കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഓരോ നേതാക്കളുടെയും പേരെടുത്ത് പറഞ്ഞുള്ള പോസ്റ്ററുകളും മറ്റുമാണ് തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ പേരുണ്ട്, അനിൽ അക്കരയുടെ പേരുണ്ട്, TN പ്രതാപന്റെ പേരുണ്ട്, UDF ചെയർമാനായ MP വിൻസെന്റിന്റെ പേരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പോസ്റ്ററുകളും അതിനോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും എല്ലാം തന്നെ നമ്മൾ എല്ലാം കണ്ടതാണ്. ഒറ്റയാൾ പോരാട്ടം നടന്നിരുന്നു DCC ഓഫീസിന് മുൻപിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പരസ്യമായി ഈ രംഗത്ത് വരികയും ചെയ്തു, DCCക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. BJPക്ക് ലഭിച്ച ഭൂരിഭാഗം വോട്ടുകളും കോൺഗ്രസിന്റെ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറാനായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ DCC ഓഫീസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം, ഇതിനു മുൻപ് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാം, അതൃപ്തി അറിയിക്കാം. പക്ഷേ ഈ രീതിയിൽ കയ്യാങ്കളിയിലേക്ക്, തർക്കത്തിലേക്ക്, തമ്മിൽ തല്ലിലേക്കൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുക? ഇപ്പോഴും അത് നിർത്താൻ കഴിഞ്ഞിട്ടില്ല, അതിലൊരു അവസാനം വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ഖേദകരം. കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പോസ്റ്റൽ പ്രതിഷേധവും അല്ലാതെയും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ രീതിയിൽ നേതാക്കളെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക്, പ്രവർത്തകരെയൊക്കെ വലിച്ചിഴച്ചു കൊണ്ടുപോകേണ്ട രീതിയിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം. ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്ന വ്യക്തി മുരളീധരന്റെ അനുഭാവി പറയുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ശബ്ദമുണ്ടായിരുന്നില്ല. നോക്കൂ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമ്മിൽ തല്ലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രധാനമായും പ്രതിഷേധിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും അവർ പ്രതിഷേധിച്ചിരുന്നു. തോൽവിക്ക് പിന്നിൽ ജോസ് വള്ളൂരും അതോടൊപ്പം തന്നെ TN പ്രതാപൻ ആണെന്ന് അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് DCC ഓഫീസിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. തൃശ്ശൂർ DCC ഓഫീസിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. കാര്യങ്ങൾ കൈവിട്ടുപോയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസിന് വരെ വിഷയത്തിൽ ഇടപെടേണ്ടി വരുന്നത്. തൃശ്ശൂർ DCC ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, മണ്ഡലം കൈവിട്ടു. ഇപ്പോൾ പ്രവർത്തകരും കൈവിട്ട കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്.
വീരേന്ദ്ര തൃശൂർ DCC ഓഫീസിൽ കൈവിട്ട കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തന്നെ പരസ്യമായ പ്രതിഷേധങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. പോസ്റ്റർ പ്രതിഷേധത്തിൽ തുടങ്ങി പിന്നെ പരസ്യ പ്രതിഷേധം ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഓഫീസ് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു. ജോസ് വള്ളൂരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ. ജോസ് വള്ളൂർ തൃശൂർ DCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കെ മുരളീധരന്റെ അനുഭാവിക്കാണ് മർദ്ദനം നേരിടേണ്ടി വന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ എല്ലാം അവിടെ നിന്ന് പിരിച്ച് കൊണ്ടുപോകുന്നത്. തൃശൂർ മണ്ഡലം നമുക്കറിയാം വളരെ ഗ്ലാമർ പോരാട്ടം നടന്നൊരു മണ്ഡലമായിരുന്നു കേരളത്തിൽ ഇത്തവണ. പക്ഷേ അവിടെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും മികച്ച വിജയം കോൺഗ്രസ് കൈവരിച്ചപ്പോൾ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ പിന്തള്ളപ്പെട്ടത്. അദ്ദേഹം അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ പൊതുരംഗത്ത് നിന്ന് ഞാൻ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. ആ രീതിയിലുള്ള ഒരു പരാജയത്തിന്റെ അതൃപ്തി അദ്ദേഹവും പരസ്യമായി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ സംഘടനാ ദൗർബല്യം തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, പരാതികൾ അവിടെ നിന്ന് നമ്മൾ കേട്ടു. ജോസ് വള്ളൂരിന്റെയും TN പ്രതാപന്റെയും നേതൃത്വത്തിൽ കാര്യമായ പ്രവർത്തനങ്ങൾ സംഘടനാ തലത്തിൽ ഉണ്ടായില്ല എന്നുള്ള വിമർശനം നമ്മൾ കേട്ടിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് വിമർശനങ്ങളും പ്രതിഷേധവും ഒക്കെ കഴിഞ്ഞപ്പോൾ കൈവിട്ട രീതിയിലേക്ക് പരസ്യമായ തല്ലിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്ഥലത്തേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് ഇടപെട്ട് വിഷയം നിയന്ത്രിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. വളരെ പ്രയാസപ്പെട്ടിട്ടുകൂടി പ്രവർത്തകരെ ഇപ്പോഴും അനുനയിപ്പിക്കാൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ജോസ് വള്ളൂർ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എടുത്തു മാറ്റുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്ന്.